ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് ഇത്ര ശക്തമായ ഒരു സാമ്രാജ്യം, ഇത്ര ശക്തമായ ഒരു വ്യവസ്ഥ, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്ക്, വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാം. History always wins. And somewhere hidden in those pages of history is the biggest kept secret in the history of India. Rocky had taken control of the most precious piece of land on earth. There is nobody in India who can stop that sea. അത് നേടാൻ ആൾക്കാർ ചാവാനും തയ്യാറായിരുന്നു, കൊല്ലാനും തയ്യാറായിരുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാനും തയ്യാറായി. അവൻ വണ്ടി തടഞ്ഞു. വണ്ടി തടഞ്ഞെന്നോ? ആരാവൻ? അവനെ അവിടെ വെച്ച് തന്നെ തീർത്തൂടായിരുന്നോ? അതവനാ ദേവരഥ. ആ സീല് തടഞ്ഞാ പിന്നെ എന്താ നടക്കുകയെന്ന് നിങ്ങൾക്കറിയില്ലേ? ആരുടേതാണ് ആ സീലെന്നറിയില്ലേ? അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. ഇത്ര ഉള്ളു, ഇതൊന്നും മതിയാവില്ല. 10 മടങ്ങ് അധികം അധ്വാനിക്ക്. രാത്രിയും പകലും ഇവിടെ ജോലി നിൽക്കാൻ പാടില്ല. ഈ കാണുന്ന ചുമരുകളിലെ സിമന്റ് വെള്ളത്തിനേക്കാൾ കൂടുതൽ കുടിച്ചത് ചോരയാണ്. അതിന് കാരണം ഈ പടവാൾ. KGF നേരെ ആരും ഒരു വിരൽ ചൂണ്ടാൻ പോലും അവൻ ഇട കൊടുത്തില്ല. അവന്റെ ജ്യേഷ്ഠന്റെ നിർദ്ദയമായ ശാസനം പാലിക്കപ്പെടാൻ അവന്റെ വാൾമുനയിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അവനുണ്ടായിരുന്നെങ്കിൽ KGF നിന്നെ കാലുകുത്താൻ വിടുമായിരുന്നില്ല. എനിക്ക് വേണ്ടി അവസാനമായി ഒരു കാര്യം കൂടി ചെയ്തു തരാമോ? ഇവൻ വീണ്ടും എത്തിയോ? നിങ്ങൾ കരുതുന്നത് പോലെ റോക്കി എങ്ങോട്ട് ഒളിച്ചോടിയതല്ല. ഷെട്ടിയെ കൊന്നാൽ അവന്റെ സ്ഥാനത്ത് മറ്റൊരുത്തനെ ഇരുത്തും. അതുകൊണ്ടവൻ ഇനായത് ഖലീലിനെ കാണാൻ പോയതാണ്. क्या चाहिए रे तेरे को? अभी वही चाहिए जो 20 साल पहले चाहिए था. മുംബൈ ഞാൻ കൈക്കലക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കെട്ടി ഈ കല്ലറകൾ. ഖാൻ സാർ ചുവന്നെരിയണം. അതിൽ പേരുകളും എഴുതി വെച്ചു. ഇനി ചാവ് നാൾ കുറിക്കാം ചാച്ച. എരിയുന്ന കനലുകൊണ്ടായാലും, ടൈം ആകയാ. ഇവരുടെയൊക്കെ ചോര കൊണ്ടായാലും